ചെല്ലുമായിരിക്കില്ല. ഞങ്ങൾ ഈ ക്രിമിനലുകളോട്, ഈ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ആഹ്വാനം ചെയ്തവരോടും പറഞ്ഞു വെക്കാനുള്ളത്, ഇതിന് കണ്ണൂരിലെ ഡിവൈഎഫ്ഐ മറുപടി പറയുക തന്നെ ചെയ്യും. ഈ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവർക്ക് ഇസഡ് കാറ്റഗറിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞാലും ആ സുരക്ഷയെ ഭേദിച്ചിട്ടുകൊണ്ട് ഈ ക്രിമിനലുകളെ കൈകാര്യം ചെയ്യാൻ ഡിവൈഎഫ്ഐ മുന്നോട്ട് വരും. അതിന് VD സതീശനല്ല, എത്ര വലിയ കൊലകൊമ്പൻ ഈ പറയുന്ന വിധത്തിൽ ഇവർക്ക് സംരക്ഷണം ഒരുക്കി കൊടുത്താലും ഇവരുടെയൊക്കെ നാടേതാണ്, ഇവരുടെയൊക്കെ വീടേതാണ്, ഇവരൊക്കെ വരുന്ന വഴിയേതാണ് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഇപ്പോ ഭരണവും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും നാടിന്റെ സമാധാനം മർമ്മപ്രധാനമാണ്. എന്നാൽ നാടിനെ കലാപഭൂമിയാക്കാൻ KSU ഉരുത്തിരിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ, മാടമ്പിത്തരത്തിന്, തെമ്മാടിത്തരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് ഒരു ക്രിമിനൽ KSU യൂത്ത് കോൺഗ്രസിന്റെ പൊന്നുമോനും കരുതേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രതിഷേധം, സൂചന സമരം മാത്രമാണ്. ഇനി അങ്ങോട്ടേക്ക് ഈ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവർക്കെതിരായി ശക്തമായ നടപടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സംഭവത്തിനാണ് ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. എന്തിനാണ് ആരോഗ്യമന്ത്രിയെ ഈ നിലയിൽ വേട്ടയാടുന്നത്? കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ കടന്നുകയറിയിട്ട് നീത്തുവെച്ചുകൊണ്ടാണ് പ്രതിഷേധം എന്ന രൂപത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംഘം അവിടെ പെരുമാറിയത്. കേരളത്തിലെ ആരോഗ്യമന്ത്രി ഈ കേരളത്തെ ലോക നിലവാരത്തിലേക്ക്, കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോക നിലവാരത്തിലേക്ക് പടുത്തുയർത്തുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ലോകത്തിലെ വൻകിട വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിൽ മുന്നോട്ട് നയിച്ചതിനാണോ ഈ നിലയുള്ള വേട്ടയാടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും പ്രതിഷേധം നമുക്ക് ഊഹിക്കാം. മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് മന്ത്രിമാരെ വഴിതടയിൽ ഉൾപ്പെടെയുള്ള, കരിങ്കൊടി കാണിക്കൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇന്ന് യൂത്ത് കോൺഗ്രസും KSUവും നടത്തിയിട്ടുള്ള ഈ സംഭവത്തെ സമരം എന്ന് പറയാൻ വേണ്ടി കഴിയോ? ഇത് സമരമല്ല, ഇത് തനി ഗുണ്ടായിസമാണ്, ഇത് അങ്ങേയറ്റത്തെ റൌഡിസമാണ്. ഈ ഗുണ്ടാ സംഘത്തെ കേരളത്തിലെ യുവാക്കൾ കൈകാര്യം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ ആരോഗ്യമന്ത്രിയെ കഴുത്തിന് ആക്രമിച്ചു, ഭീകരമായ പരിക്ക് പറ്റിയിട്ട് ഇപ്പോ ICUവിൽ അഡ്മിറ്റായിരിക്കുക. വിദഗ്ധ ഡോക്ടർമാർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഈ നിലയിൽ ഒരു കായിക ആക്രമണം ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. പ്രതിഷേധവും മറ്റ് പരിപാടികളെല്ലാം നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ അതെല്ലാം സാധാരണ കാര്യമാണ്. പക്ഷേ ഇത് അങ്ങേയറ്റത്തെ ക്രിമിനൽ ബുദ്ധിയോടുകൂടി നടത്തിയിട്ടുള്ള ഇടപെടലാണ്. ഈ സംഭവം സംബന്ധിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കൃത്യമായ അഭിപ്രായവും നിലപാടും പറയേണ്ടതുണ്ട്. സമാധാനത്തെക്കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്ന ആളുകൾ, വായി തുറന്നാൽ സമാധാനത്തെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങളെ കാണുന്നത് എന്ന് ജനങ്ങൾക്കറിയാനുള്ള താല്പര്യമുണ്ട്. ഇതിവിടെയുള്ള 3-4 KSUക്കാരും യൂത്ത് കോൺഗ്രസുകാരും മാത്രം ആലോചിച്ച് നടത്തിയ കാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ആരോഗ്യമന്ത്രിക്കെതിരായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ പരിണിത ഫലമാണിത്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ റീത്ത് വെച്ചത്. അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഇതിൽ ആക്രമണം സംഘടിപ്പിച്ചത്. ഇത് VD സതീശന് വ്യക്തമായ അറിവുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ കുട്ടിപ്പട്ടാളം, VD സതീശന്റെ ഈ ക്രിമിനൽ സംഘമാണ് ഇവിടെ ആക്രമണം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇന്ന് നടന്ന സംഭവത്തിന് കൃത്യമായ പ്രതികരണം രേഖപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇങ്ങനെ മന്ത്രിമാരെ ഈ നിലയിൽ വേട്ടയാടി
ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാം എന്നൊക്കെയാണ് കരുതെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. ഇത് കേരളം പ്രബുദ്ധമായ നാടാണ്. ഈ കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ, ആ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും കേരളം ചർച്ച ചെയ്യാതിരിക്കാൻ ആവശ്യമായ നിലയിൽ കേരളത്തെ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ്. ഇതിനു പിന്നിൽ കനകോലുവിന്റെ ഉൾപ്പെടെ ബുദ്ധിയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളൊരു കാര്യം പ്രഖ്യാപിക്കുകയാണ്. കനകോലുവല്ല, അതിനപ്പുറത്തെ ബുദ്ധിരാക്ഷസന്മാർ വന്നിട്ട് ഇവർക്ക് ഈ നിലയിലുള്ള വിവരങ്ങൾ കൊടുത്താലും അതിനെല്ലാം അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ജനകീയമായ കരുത്ത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി വരുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് നിങ്ങൾ 4 ആളെ റെയിൽവേ സ്റ്റേഷനിൽ അയച്ച് ഒളിയാക്രമണം നടത്തി, ഗുണ്ടാ മോഡൽ ആക്രമണം നടത്തിയിട്ട് ഭയപ്പെടുത്താനാണ് ഭാവമെങ്കിൽ അതിശക്തമായ നിലയിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെടും എന്നാണ് ഇത്തരം ക്രിമിനൽ സംഘങ്ങളോട് ഡിവൈഎഫ്ഐക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞങ്ങൾ ഒരു തരത്തിലും ഏകപക്ഷീയമായ ഒരാളെയും ആക്രമിക്കാറില്ല. പക്ഷെ ഈ നിലയിൽ കേരളത്തിലെ മന്ത്രിമാരെ, കേരളത്തിലെ ജനപ്രതിനിധികളെ തെരുവിലിറങ്ങി നടക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇമാതിരി ഗുണ്ടായുസവുമായിട്ട് മുന്നോട്ട് വന്നാൽ നാളെ നിങ്ങളുടെ നേതാക്കന്മാർ ഈ റോഡിലിറങ്ങി നടക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് ഡിവൈഎഫ്ഐ അതിശക്തമായ ഇടപെടൽ നടത്താൻ തയ്യാറാവും. ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ സമാധാനം ഇല്ലാതാക്കാൻ ഉള്ള ആഹ്വാനമല്ല. പക്ഷേ സമാധാനത്തിന് ഈ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്, ക്ഷമിക്കുന്നതിനും ഒരതിരുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള തമ്മാടിത്തം, ഒരു വനിതാ മന്ത്രിയുടെ വീട്ടിൽ കടന്നു കയറിയിട്ട് കള്ളന്മാരെ പോലെ കടന്നു കയറിയിട്ട് റീത്ത് വെക്കുക. ഈ ക്രിമിനൽ സംഘം എന്തെല്ലാം തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസുകാരന്റെ വീട്ടിൽ നിന്നും പിടിച്ച കഞ്ചാവിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 5.5 കിലോ ആണ്.